നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്നേഹനാഥനായ ഈശോയും പ്രത്യാശയുടെ വചനം ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കുവാനും മതപീഡനവും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ നിന്റെ കുരിശ് മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, രക്തസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കണമേ. നിത്യപിതാവുത്തം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്ക്രീൻ കുഴപ്പമില്ലാതെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കേൾക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പം 11th ചാപ്റ്റർ നമുക്ക് അതിലൊരാളൊന്ന് വായിക്കാവോ? 1 മുതലാണ് വായിച്ചു. 1 തൊട്ട് 13 വരെയുള്ള ആദ്യം ഒന്ന് വായിച്ചു, എന്നിട്ട് നമുക്ക് വേഴ്സ് ബൈ വേഴ്സ് പോവാം. ദണ്ട് പോലുള്ളൊരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു: ഇന്ന് എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിന്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനങ്ങൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മെതിക്കും. ചാക്കുടുത്ത് 1209 ദിവസം പ്രവചിക്കാൻ ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം നൽകും. അവർ ഭൂമിയുടെ നാഥന് മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊള്ളും. സോദോം എന്ന് ഈജിപ്റ്റ് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യ സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് അവർ കേട്ടു: ഇങ്ങോട്ട് കയറി വരുവിൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിന്റെ 11 നിലം പതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്വനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമുക്ക് 2 സാക്ഷികളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. നമ്മൾ അവസാനം എവിടെയാണ് എൻഡ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? അതായത് ഓരോ എന്താണ് ഓരോ വേദനകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇതെന്ന് പറയുന്നത് ഒരെണ്ണത്തിന് ശേഷം ഒരെണ്ണം എന്നുള്ള രീതിയിൽ തന്നെയല്ല പോകുന്നത്. അതിന് അല്ലാത്തതായിട്ടുള്ള ഒരു മാനവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതായത് ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഇത് കഴിഞ്ഞ് ഇത് അന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ രണ്ടാമത് ഒന്നും കൂടെ തുടങ്ങും, ചില കാര്യങ്ങൾ അത് ഒരിക്കൽ കൂടി ഒന്ന് വ്യക്തമാക്കും. അങ്ങനെ പല രീതിയിലും ഇത് പോകാറുണ്ട്. അപ്പം നമ്മളതെന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഈ എങ്ങനെയാണ് ഈ ഒരു ബുക്ക് ഓഫ് റെവലേഷൻ്റെ ഹിസ്റ്റോറിക്കൽ ഇത് എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ടൈം ലൈൻ വേണമെങ്കിൽ പറയാം. ആ ടൈം ലൈനാണ് ഞാൻ വലിയ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതൊന്ന് ഈ സ്ക്രീനിൽ ഒന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. സ്ക്രീൻ ഷെയറിങ് നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പോഴും കാണുന്നു. ഒരു മിനിറ്റ്. സ്റ്റോപ്പ് ഷെയറിങ്. ഓക്കെ, ഇനിയാണ് ഒന്നും കൂടെ ഷെയർ ചെയ്യാം.
കംപ്ലീറ്റ് ഡെസ്ക്ടോപ്പ് ഷെയർ ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് ഇതിനൊരു ബേസിക് ടൈം ലൈൻ കിട്ടാനായിട്ട് ഞാൻ കൊണ്ടുവന്നൊരു കാര്യമാണ്. അതൊന്ന് കാണിക്കാം. ഞാൻ തന്നെ ഇത് ഡിസൈൻ ചെയ്ത ഒരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മാത്രം മതി. ഇതാണ് ഏകദേശം ഇതിൻ്റെ ഒരു ടൈം ലൈൻ പോലെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് തുടക്കത്തിലെ ചാപ്റ്റർ 1, പിന്നെയുള്ളത് ലെറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 2, 3 അതിൻ്റെ കൂടെ തന്നെ പോകുന്ന കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1, 4, 5, 4, 5, 6 എന്ന് പറയുന്നത് ഇവിടെയാണ് സീല് പൊട്ടിക്കുന്ന എന്നാണ്. അത് കഴിഞ്ഞ് 7 വരെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് 2, 3 വേറെ എന്നാ പിന്നെ അതേ ടൈം ലൈന് 12 എന്ന് പറയുന്നത് റിപ്പറ്റീഷനാണ്. 11 എന്ന് പറയുന്നത് ഞാൻ കാണിക്കും. ഇത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഹോപ്പ്ഫുള്ളി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഇതും കൂടെ കാണിക്കാം. ഒരു മിനിറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ടൈം ലൈൻ ആയിട്ട് പറയുന്നത്. ഇപ്പം 6 എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നടക്കുന്ന കാര്യമാണ്. അത് ഒരിക്കൽ കൂടി ഈ താഴെ കിടക്കുന്നത് കണ്ടോ, 2 Beasts, ചാപ്റ്റർ 13, 12 ഇങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ കൂടെ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്ന് പോകുന്നതാണെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 14 എന്ന് പറയുന്നത് റെപ്പറ്റീഷനാണ്, പിന്നെ ഒരിക്കൽ കൂടി കയറി വരുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു കറക്റ്റ് ഒന്ന് കഴിഞ്ഞ് അടുത്തത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെ ആ രീതിയിലാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുന്നു. നമുക്കറിയാം 7-ാം അധ്യായത്തിൽ ഈശോയുടെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളതിൻ്റെ അകത്ത് എന്താണ് 18, 17, 18 അല്ലെങ്കിൽ 8, 9 എന്ന് പറയുന്നത് അത് കഴിഞ്ഞുള്ള ശിക്ഷകളാണ്. നമ്മൾ കാഹളം ഊതിയതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതാണ് ഈ ഭാഗം. അത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഒരിക്കൽ കൂടി അങ്ങ് തുടങ്ങുകയാണ്. വുമൻ ആൻഡ് ദ ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത് ചാപ്റ്റർ 12 ആണ്, 12-ാം അധ്യായമാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ 2 ദൃക്സാക്ഷികളെ കുറിച്ച് പറയുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞു പോയി, നേരത്തെ പരമായിട്ട് നടന്നു പോകുന്ന കാര്യം പറഞ്ഞു പോയെങ്കിലും അത് ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു പോകാൻ പോകുകയാണ്. ഒരിക്കൽ കൂടി പോവുകയാണ്. ഒന്നും കൂടെ ചരിത്രം എങ്ങനെയായിരിക്കും ഈശോ ആ സമയത്തെ കുറേ കൂടെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ അന്തിക്രിസ്തുവിന്റെ വരവും കാര്യങ്ങളിലൊക്കെ സമയത്ത് നേരത്തെ പറയാതെ പോയ കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ യോഹന്നാൻ വിഷനിലൂടെ കിട്ടുവാണ്. അതാണ് എന്ന് ആദ്യമേ ഒന്നും മനസ്സിലാക്കുക. അത് ക്ലിയർ ആയല്ലോ അല്ലേ? ലീനിയർ ആയിട്ടുള്ളതല്ല. അതായത് ഞാൻ ആദ്യമേ അമേരിക്കയ്ക്ക് വന്നു സെമിനാരിയിൽ പോയി കഴിഞ്ഞ് അച്ഛനായി. ഇത് 1, 2, 3 ഒരെണ്ണത്തിന് ശേഷം സംഭവിച്ചതാണ്. 10-ാം അധ്യായം വരെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. 11-ാം അധ്യായം എന്ന് പറയുന്നത് 1-ാമത്തേലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു പോയിട്ട് അതിൻ്റെ കുറേയും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുവാണ്. മനസ്സിലായല്ലോ? അതായത് 11 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 6 ഉണ്ടല്ലോ, 6-ലെ സമയത്ത് സംഭവിക്കുന്ന അല്ല അതിൻ്റെ മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ഒരു സ്റ്റഡി ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ മനസ്സിലായിക്കോളും. ദണ്ട് പോലുള്ളൊരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ഓക്കെ, അത് എന്താണെന്ന് മെഷർ ചെയ്യാനായിട്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, അല്ലെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദേവാലയത്തിൻ്റെ മുറ്റും മുറ്റം അളക്കണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മെതിക്കും. പെട്ടെന്ന് അത് പറയുവാണ്. 42 മാസത്തോളം ചവിട്ടി മെതിക്കും എന്നുള്ള ഡീറ്റെയിൽസ് അങ്ങ് പറയുവാണ്. ഒരു മിനിറ്റ്, ഞാൻ ക്ലാസ്സിൽ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം 48 മാസത്തെ ഇത് പറയുവാണ്. ഓക്കെ, 48 മാസം എന്ന് പറഞ്ഞാൽ എത്ര നാളാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ, ഊഹിക്കാവോ? 42 മാസം. 3.5 വർഷം. എക്സാക്ട്ലി 3.5 വർഷമാണ്. 3.5 വർഷം അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന മതപീഡനത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്.
ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടി മെതിക്കും. പറഞ്ഞാൽ വിശുദ്ധരെ ചവിട്ടി മെതിക്കും എന്നാണ് കൊടുക്കുന്നത്. ചാക്കൊടുത്ത് 1250 ദിവസം പ്രവാചകൻ ഞാൻ എൻ്റെ പ്രവചിക്കാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദവും കൊടുക്കും. 1460 ഡേയ്സ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? എത്ര വർഷമാണ്? അത് ഈ 3.5 വർഷത്തിലെ ഒരു പീരീഡാണ്. 3.5 വർഷം, അതും ചിലപ്പോൾ കുറച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് ഈശോയുടെ 2ാമത്തെ വരവിൻ്റെ മുമ്പുള്ള ഒരു പീരീഡാണ്. അത്രയും സമയവും 2 വ്യക്തികളെ സാക്ഷ്യം വഹിക്കുവാനായിട്ട്, സത്യം പറയാനായിട്ട്. അതറിയാം, അന്തിക്രിസ്തുവിന്റെ സമയത്ത് എന്താണ്? തെറ്റ് പഠിപ്പിക്കപ്പെടും, തെറ്റ് മറ്റുള്ളവർക്ക് നൽകപ്പെടും. ഞാനാണ് ക്രിസ്തു എന്ന് അന്തിക്രിസ്തു പറയും. പക്ഷെ 2 വ്യക്തികളെ ഈശോ ഈ ഭൂമിയിലേക്ക് അയക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചാക്കൊടുത്ത് 1160 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥന്റെ മുൻപിൽ നിൽക്കുന്നത് 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളും ആണ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം. ആരാണ് ഈ 2 പേരെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ഗസ് ചെയ്തു, സമയം കളയണ്ട. ഓക്കെ, പെട്ടെന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മുടെ സീറോ മലബാർ സഭയിലെ ആരാധന ക്രമത്തിൽ 3 വ്യക്തികളുടെ പേര് ഒരു കാലഘട്ടത്തിൽ മാത്രം പറയുന്നുണ്ട്. ഒരു കാലത്തിൽ പറയുന്നുണ്ട്. ഏത് കാലത്തിലാണ്? വെരി ഗുഡ്. അത് തന്നെയാണ് ഉത്തരം. ഏലിയാസ് ലീവ മൂശകാലത്തിൽ മുഴുവനും ഈശോയുടെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള വായനകളാണ് വായിക്കുന്നത് സീറോ മലബാർ സഭയിൽ. അത് തന്നെയാണ് എൻ്റെ ഉത്തരം. ഇനി ഏലിയ, സ്ലീവ, മൂശ. ഇതിൽ സ്ലീവ എന്ന് പറയുന്ന ആരാണ്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഈ എഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികൾ എന്ന് സീറോ മലബാർ പാരമ്പര്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ആരെയാണ്? ഏലിയായെ, മൂശേനെയാണ്. ഇനി ഇവരുമായിട്ട് നമുക്ക് വേറൊരു ബന്ധമുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ ഒരു ബന്ധമുണ്ട്. നമുക്ക് ആദ്യത്തെ പുതിയ നിയമത്തിലെ കാര്യം പറഞ്ഞിട്ട് പഴയ നിയമത്തിലേക്ക് കിടക്കാം. അതായത് പുതിയ നിയമത്തിലെ ബന്ധം എന്ന് പറയുന്നത് താബോർ മാമലയിൽ ഈശോ രൂപാന്തരം എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും. അല്ലെ എനിക്ക് ക്ലാസ് എടുക്കാൻ സമയം നീണ്ടുപോകും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാം. ആരാ ഉണ്ടായിരുന്നു? ഏലിയായും ഉണ്ടായിരുന്നു, മൂശയും ഉണ്ടായിരുന്നു. അവിടെ കണ്ട ക്രിസ്തു ആരാ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് അവിടെ യഥാർത്ഥത്തിൽ കാണുന്നത്. ആ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. അതായത് അപ്പസ്തോലന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരത്തെ കാണിച്ചു കൊടുക്കുന്നതാണ്. അവിടെ സാക്ഷ്യം വഹിക്കാൻ ഇവർ 2 പേരും വന്നു. ഇവരെന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് പ്രത്യേകതയുണ്ട്. ഏലിയായുടെ ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന്റെ ശക്തിയോടുകൂടിയാണ് യോഹന്നാൻ വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചാക്കൊടുത്ത് നടന്ന ഒരു വ്യക്തിയാണ്. അതായത് പെനിറ്റൻഷ്യൽ ഒരു പേഴ്സണാണ്. നമ്മളെ എല്ലാം അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി തന്നെയാണ് യോഹന്നാൻ മാംദാന. പക്ഷേ ഏലിയായുടെ ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് മരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മോശയുടെ കാര്യവും അങ്ങനെ തന്നെ. മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വചനം പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ മോശ മരിച്ചത് അടക്കപ്പെട്ടത് എവിടാന്ന് അറിയത്തില്ല. അങ്ങനെ എക്സാക്ട് സ്ഥലം. ഓക്കെ, അത് കറക്റ്റ് ആണ്. അതായത് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ ആർക്ക് സാധിച്ചില്ല? മോശയ്ക്ക് സാധിച്ചില്ല. പക്ഷേ അതിനുമെല്ലാം അപ്പുറം ഒരു വചനം യൂദാസിന്റെ ലേഖനത്തിലുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. യൂദാസിന്റെ ഒറ്റ ചാപ്റ്റർ 1 വേഴ്സ് 8. അതെങ്ങനെയാ പോകുന്നത്? But when the archangel Michael, contending with the devil, was disputing about the body of Moses, he did not presume to pronounce a blasphemous judgment, but said, "The Lord rebuke you." ആ വചനത്തില് വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരിക്കലും തെറ്റു പറയരുത്, അതരത്തിലൂടെ തെറ്റു പറയരുതിനെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ക്ലിയർ ആയിക്കോളും. ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് 8.
9 ഒന്ന് വായിക്കാമോ? സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനിയുള്ളത് ശ്രദ്ധിക്കുക, ബാക്കി വായിച്ചു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. ഓക്കെ, പിന്നെയോ ഇവിടെ പറയുന്നില്ല. താങ്ക് യു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. അതായത് ആ യുദ്ധത്തിനിടയ്ക്ക് ആരുടെ ശരീരം മൈക്കിൾ എടുത്തോണ്ട് മോശയുടെ മൈക്കിൾ എടുത്തുകൊണ്ട് പോയെന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ടിന്യൂറ്റി വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത് പോവും. അത് എന്തുകൊണ്ടാണ്? കാരണം മൈക്കിൾ അവിടെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പിശാചാണോ മൈക്കിളാണോ രക്ഷപ്പെടുന്നത്, ജയിക്കുന്നത്? തീർച്ചയായിട്ടും മൈക്കിളാണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോശയുടെ ശരീരം എവിടെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. സ്വർഗത്തിലാന്ന് അനുമാനിക്കാം. ഇത് അങ്ങനെ അനുമാനിക്കുന്നതിന് ഒരു കാരണം സൂറോ മലബാർ പാരമ്പര്യമുണ്ട്. സൂറോ മലബാർ പാരമ്പര്യത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാർ മോശനെ അങ്ങനെയാണ് കാണുന്നത്. ഇനി യഹൂദ പാരമ്പര്യം എടുത്തു. യഹൂദ പാരമ്പര്യത്തിൽ മോശയുടെ ഖബറിടം ജെറുസലേമിൽ ഇല്ല, ഒരിടത്തും ഇല്ല. അബ്രാഹത്തിന്റെ ഉണ്ട്, ഇസഹാക്കിന്റെ ഉണ്ട്, യാക്കോബിന്റെ ഉണ്ട്. പൂർവ്വപിതാക്കന്മാരായ ഇവരുടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകനും ഏറ്റവും ശക്തമേറിയ പ്രവാചകനും ഏറ്റവും ആവശ്യം നിറഞ്ഞ ഏറ്റവും പ്രാധാന്യം നൽകുന്ന പ്രവാചകനുമായ മോശയുടെ ഖബറിടം യഹൂദര് സൂക്ഷിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും സൂക്ഷിക്കാതിരിക്കത്തില്ല. അത് ഉറപ്പായിട്ടും അവർ സൂക്ഷിക്കും. അത് യഥാർത്ഥത്തിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാതിരിക്കുന്ന കാരണം അവർക്ക് അറിയത്തില്ല. അത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് യഹൂദരുടെ പഠനം. ഇത് ഞാൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട ജോസഫ് പാംലാനി പിതാവും ഞങ്ങളുടെ വൈദികരുടെ ഒരു ക്ലാസ്സിൻ്റെ സമയത്ത് ഞങ്ങളോട് പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇതൊരു പാരമ്പര്യമാണ്. പക്ഷെ ലാറ്റിൻ ചർച്ചിൽ, പ്രത്യേകിച്ച് റോബർട്ട് ബെല്ലർമന്റെ പഠനം അനുസരിച്ച്, ഇത് എലൈജ മാത്രമല്ല, പിന്നെ ആരാണ്? ഈനോക്കാണ്. ഈനോക്കിന്റെ പ്രത്യേകത എന്താണ്? പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നീട് കാണപ്പെട്ടില്ല, ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നുള്ളത്. ആരെക്കുറിച്ചാണ്? ഈനോക്കിനെ കുറിച്ചാണ്. അപ്പം റോബർട്ട് ബെല്ലർമൻ പറയുന്നത് അത് ഈനോക്കും എലൈജയും. നമ്മുടെ പാരമ്പര്യം പ്രത്യേകിച്ച് അങ്ങനെ സ്ട്രോങ് ആയിട്ടതും അത് പറയുന്നതുകൊണ്ട് തന്നെ പിന്നെ ബിബ്ലിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയാലും ഈ ട്രാൻസ്ഫിഗറേഷൻ ബാക്കി കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരാകാനാണ് സാധ്യത? മോശയാകാനാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് യഹൂദ പാരമ്പര്യമാണ്, സുറിയാനി സിറോ മലബാർ പാരമ്പര്യമാണ്. അതുപോലെ തന്നെ വചനവും അതിനോട് തന്നെ അടുപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈനോക്കോ മറ്റേ ആള് വായിക്കാം. പിന്നെ ഈനോക്ക് വലിയൊരു പ്രവാചകനായിട്ട് എപ്പോഴേലും വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മോശയാകാനാണ് സാധ്യതയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ റോബർട്ട് ബെല്ലർമാൻ എന്ന് പറയുന്നത് ആരാണ്? സഭയുടെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് തന്നെയായിരിക്കാം നമ്മൾ പറയുന്നത് ഉചിതം എന്ന് ഞാൻ പറയുന്നു. എന്തായാലും ഈ രണ്ട് വ്യക്തികളും ആർക്ക് സാക്ഷ്യം വഹിക്കുന്നു? താബോർ മാമലയിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതുപോലെ തന്നെ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് മറ്റെല്ലാവരും, അന്തിക്രിസ്തുവിന്റെ മറ്റുള്ളവരെ എല്ലാം അനേക പ്രവാചകന്മാരെ വിട്ട് വഴിതെറ്റിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സത്യം പ്രഘോഷിക്കും. ഓക്കെ, ചാക്കെടുത്ത് ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥന്റെ മുൻപിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. കാരണം ദൈവത്തിന്റെ പ്രകാശവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ചൈതന്യവും നൽകുന്നതാണ്. ഒലിവ് മരം എന്ന് പറയുന്നത് നമുക്ക് ഒലിവ് ഓയിലും ബാക്കി എല്ലാം അതിൻ്റെ അകത്ത് നടക്കുന്നത്. വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ നിൽക്കാനായിട്ട് പോകുന്നത്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം അവർ ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രവാചകന്മാരാണ്. അവരെ ഒന്ന് സ്പർശിക്കുവാൻ പോലും ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കത്തില്ല. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇതിനു മുമ്പ് ആരാണ് ചെയ്തത്? ഏലിയ പ്രവാചകൻ ആകാശം അടച്ച് എലൈജ തന്നെ.
ഏലിയ പ്രവാചകൻ ചെയ്ത കാര്യം തന്നെയാണ്. അതാണ് ഒരു ഇൻഡിക്കേഷൻ ഇതിൽ ഒരാൾ ആരാണെന്നുള്ളത്, ഏലിയാണ്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും അതാരാ ചെയ്തത്? മോശ. അതുകൊണ്ട് തന്നെയാണ് ഇത് മോശയാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്. ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. കാരണം ഇത് രണ്ടും മോശയും ഏലിയായും ചെയ്ത കാര്യങ്ങളാണ്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു അവരെ എന്ത് ചെയ്യും? കൊല്ലും. അത് ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ അവരെ കൊല്ലുവാനായി സാധിക്കത്തുള്ളൂ. സോദോം എന്ന് ഈജിപ്തും എന്ന് പ്രതീകാത്വത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അത് മിക്കവാറും ഏത് സ്ഥലമായിരിക്കും? ജെറുസലേം ആയിരിക്കും. കാരണം ജെറുസലേത്തിലാണ് അന്തിക്രിസ്തുവിന്റെ മുഖ്യമായിട്ടുള്ള കേന്ദ്രമെങ്കിൽ അത് പിന്നീടുള്ള സോദോം ഗൊമോറ പോലത്തെ അല്ലെങ്കിൽ ഈജിപ്തായി അത് മാറും. അവിടെ അത്രയധികം പാപങ്ങളും മ്ലേച്ഛതകളും വർദ്ധിക്കും. ഇനി അത് വേറൊരു രീതിയിൽ ഇനിയിപ്പോൾ അത് വത്തിക്കാനാണെങ്കിൽ അതിനും സാധ്യതയുണ്ട്. അതും ഒരു ഓപ്ഷനാണ്. ഇത് രണ്ടിൽ ഏതാണെന്ന് ചോദിച്ചാൽ, എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും അത് ജെറുസലേം ആകാനാണ് സാധ്യത എന്ന് പറയും. പക്ഷെ കത്തോലിക്ക സഭയുടെ തലസ്ഥാനമായിട്ടുള്ള വത്തിക്കാനാകാനും സാധ്യതയുണ്ട്. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ ക്ലിയർ ഇൻഡിക്കേഷൻ ഏതാണ്? ജെറുസലേം. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹം നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഒരു ശരീരത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ആദരവ് എന്താണ്? എത്രയും പെട്ടെന്ന് ശരീരത്തിൽ എത്രയും പെട്ടെന്ന് നടക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ നമ്മളെ കേസിലൊക്കെ ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമുക്കറിയാം ചില സാഹചര്യങ്ങൾ കാരണമാണ് അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, പക്ഷെ അത് തന്നെയാണ് നല്ലത്. 3.5 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യമായി ഇവർ രണ്ടുപേരും മരിക്കും. ഉപവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. കാരണം ഇവരെ കൊന്നു കളഞ്ഞല്ലോ, ഇവര് ഇല്ലാതെയായല്ലോ, ഇവരെ നശിപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവർ സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങളും കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. അവരുടെ വചനങ്ങൾ എന്താണ്? ഇവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. സത്യം ഇവർ പറയുമ്പോൾ അവർക്ക് അത് സ്വീകരിക്കുവാൻ പറ്റുന്നില്ല. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവർക്ക് എന്തുണ്ടായി? ഉയർപ്പുണ്ടായി. 3-ാം നാൾ അവർ ഉയർത്തെഴുന്നേക്കും. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു: ഇങ്ങോട്ട് കയറി വരുവൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിന്റെ 10-1 നിലം പതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ആ ഭൂകമ്പം കാരണമാണ് അത് സംഭവിക്കുന്നത്. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2-ാമത്തെ ദുരിതം കടന്നുപോയി. അതാ 3-ാമത്തെ ദുരിതം വേഗം വരുന്നു. ഓക്കെ, കാര്യം ഏകദേശം കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഈ 2 വ്യക്തികളുടെ വരവും അവരുടെ സാക്ഷ്യപ്പെടുത്തലുമാണ് ദൈവം ആ കാലഘട്ടത്തിൽ മാനസാന്തരത്തിന് വേണ്ടി ഈ ജനങ്ങൾക്ക്, ഈ ലോകത്തിന് വേണ്ടി നൽകുന്ന വലിയ അടയാളം. അവരുടെ മരണം, ഒരാൾ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണത എവിടെയാണ്? രക്തസാക്ഷിത്വത്തിൽ. അതുവരെ അവർ സ്വീകരിക്കും. അതിനുമപ്പുറം ഉയർത്തെഴുന്നേറ്റുള്ള സാക്ഷ്യവും അവര് ഈ ലോകത്തിന് വേണ്ടി നൽകും. അതുകൊണ്ടാണ് ഇവരെ 2 പേരുടെയും ശരീരം ഇന്ന് സ്വർഗത്തിൽ ജീവനുള്ള ശരീരമായി നിൽക്കുന്നത്. എലൈജയുടെ മരണം പോലും സ്പർശിക്കാതെ, മോശയുടെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ ശരീരം ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, 7-ാമത്തെ കാഹളം ആരെങ്കിലും ഒരാൾ വായിക്കാവോ?
ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങൾ ഉണ്ടായി. ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഓക്കെ. ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റെതും അവിടുത്തെ അഭിഷക്തന്റേതും ആയിരുന്നു. ഓക്കെ, അത് ആരുടെയാണ്? ദൈവത്തിന്റെ ശക്തി കാണിക്കുവാണ്. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരുന്ന 24 ശ്രേഷ്ഠന്മാർ, നമുക്കറിയാം ആരാന്ന്, 12 അപ്പസ്തോലന്മാരും 12 ഗോത്ര തലവന്മാരും സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. അതായത് എല്ലാവരും കാത്തിരിക്കുന്നതാണ് ദൈവത്തിന്റെ ആ രാജ്യം ഈ ലോകത്തിൽ പൂർണ്ണമാകുക എന്ന് പറയുന്നത്. നമുക്കറിയാം ഈശോ പറയുമ്പോഴെല്ലാം എന്താണ് ഈശോവിന്റെ രാജ്യത്തിന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അത് പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ഈശോ രണ്ടാമത്തെ വരവിൽ വരുമ്പോഴാണ്. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കുവാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്ക് വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയം സമാഗതമായി. ദൈവത്തിന്റെ വിധിയുടെ സമയം സമാഗതമായെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാനായി. ഓക്കെ, വാഗ്ദാന പേടകം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പഴയ നിയമത്തിൽ അത് കാണാതെ പോകുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് എവിടെയാണ്? അത് ദൈവത്തിന്റെ തന്നെ സാന്നിധ്യമാണ് എന്ന് ഓർക്കുക. മിന്നൽ പിളറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഓക്കെ, നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. 11 പോവാം. 11 കഴിഞ്ഞ് 12 നമുക്ക് കിടക്കാം. 12 നമുക്കറിയാം, പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ സീറോ മലബാർ വായനകളിലൊക്കെ വരുന്ന ഒരു ഭാഗമാണിത്. നമുക്കത് ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഒടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിൽ കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലയിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തു നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവനായി ആണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം
സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെയും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവന്റെ ദൂതന്മാരും. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവൻ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്തെ സ്ത്രീ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പരിശുദ്ധ മറിയം. ഓക്കെ, അതൊരു സിമ്പിൾ ആൻസർ ആണ്. നമ്മൾ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനും സഭയിൽ നൽകുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധ ദൈവമാതാവല്ല, സഭയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാനത് ബൈബിളിലെ തന്നെ റെഫറൻസുകൾ വെച്ച്, ഞാൻ ഈ കഴിഞ്ഞ ചാപ്റ്ററിലെ ഫുൾ റെഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിലും അധികം റെഫറൻസുകളുണ്ട്. ഇത് നമുക്കറിയാം, നേരത്തെ ആ 2 സാക്ഷികളെ കുറിച്ച് സക്രായയുടെ പ്രവചനത്തിലും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഇത്രയും ചാപ്റ്റർ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ റെഫറൻസുകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. വളരെ മിനിമം റെഫറൻസുകളെ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ശരിക്കും ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ. അപ്പൊ ആദ്യം എന്താണ് സൂര്യനെ കുറിച്ച് പറയുന്നത്? അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇത് യഥാർത്ഥത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മാതാവിനെ കുറിച്ചെന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. മാതാവ് തന്നെയാണ് സഭ എന്തായി തീരേണ്ടത് എന്നുള്ളതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണം. അതുകൊണ്ട് തന്നെ അതിലൊരു തെറ്റില്ല. പക്ഷേ അത് പരിശുദ്ധ മാതാവ് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. രണ്ടുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഒരു റെഫറൻസിനായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ആരെങ്കിലും ഒരാളൊന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 37:9 ഒന്ന് വായിക്കാവോ? അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റെ താണു വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഓക്കെ, അതായത് 12 ജോസഫിന്റെ ലഭിച്ച ദർശനമാണ്. അതിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട്, ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, 12 നക്ഷത്രങ്ങളെ 11 നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 12ാമത്തെ നക്ഷത്രം ആരാണ്? ജോസഫാണ്. ഓക്കെ, ഇത് എന്തിനെ കുറിച്ചുള്ളതാണ്? ഇസ്രായേൽ ഗോത്രത്തെ കുറിച്ചുള്ള ദർശനമാണ്. പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാണ്? കത്തോലിക്ക സഭ, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസം കളങ്കമേശാതെ അപങ്കുരം സൂക്ഷിക്കുന്ന സഭ ഏതാണോ അതാണ് ഇസ്രായേൽ. അതായത് ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 11 പോലെ തന്നെ ഒരിക്കൽ കൂടെ ആ സമയത്ത് അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് പറയുവാണ്. സൈക്ലിക് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സഭയെക്കുറിച്ചാണ്. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. എന്തുകൊണ്ട്? പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. കാരണം എന്താണ്? ഒരു കൊച്ച് ഈ ലോകത്തിലേക്ക് വരുവാണ്. ആ കൊച്ച് ആരാണ്? യേശുക്രിസ്തുവാണ്. പക്ഷെ മാതാവ് ഈ ലോകത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയതിനെ കുറിച്ചല്ല പറയുന്നത്. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് മാതാവ് ഈശോയ്ക്ക് ജന്മം നൽകിയത് സാധാരണ ഒരു പ്രസവത്തിലൂടെയാണോ? അല്ല. മാതാവ് പ്രസവം നൽകിയത് ഒരു അത്ഭുതമാണ്. അതായത് മാതാവിൽ നിന്ന് വെളിച്ചം പുറപ്പെട്ടു. വെളിച്ചം പുറപ്പെട്ടത് കൊണ്ട് തന്നെ എന്താണ്? അതൊരു അത്ഭുതമായി ഈശോ വന്നു.
സാധാരണ ഒരു സ്ത്രീ നൊന്ത് പ്രസവിക്കുന്നത് മാതാവിന് വിഷമിക്കേണ്ട, ആ വേദന അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മാതാവിന് പരിശുദ്ധാത്മാവിന് അതുകൊണ്ടല്ല, പാപമില്ല. അതായത് എന്തുകൊണ്ടാണ് ഹവ്വായിക്ക് ലഭിച്ച ഒരു ശാപം ഗർഭാരിഷ്ടതകൾ അനുഭവിച്ച് പ്രസവിക്കുന്നു. പ്രസവിക്കുന്നല്ലേ പറഞ്ഞത്? അത് മാതാവിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം മാതാവിന് ഉത്ഭവഭാവം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മാതാവ് വേദന അനുഭവിച്ച് ഈശോയെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാതാവിന്റെ അവിടെ സംഭവിക്കുന്ന അത്ഭുതമാണ്. നമ്മുടെ പഴയ ചിത്രങ്ങൾ ഒന്നെടുത്ത് നോക്കിയാൽ മതി. മാതാവ് പ്രസവിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ കുറവാണ്, എങ്കിലും അതിൻ്റെ അകത്തെല്ലാം മാതാവ് ഔസേപിതാവിന്റെ അടുത്ത് പ്രകാശിതനായ ഒരു യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ടേ കാണുന്നുള്ളൂ. അപ്പൊ വിശുദ്ധ അക്വൈനസ് ആണ് പറയുന്നത്, മാതാവ് ഈശോയ്ക്ക് ജന്മം നൽകിയത് എങ്ങനെയാണ്? മാതാവിൽ നിന്ന് വെളിച്ചം പുറപ്പെട്ടു, ആ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിസ്മസ് കുർബാനയ്ക്ക് ലാറ്റിൻ ട്രഡീഷനും മറ്റിടത്തും എല്ലാം എന്താണ് വെളിച്ചം 3 പ്രാവശ്യം ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് തീ കായുന്നു? ഈശോയുടെ ജനനം സിംബോളിക്കായിട്ട് ലൈറ്റിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിനെ കുറിച്ചല്ല എന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ സഭയുടെ ഞെരുക്കത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് രണ്ടാമത് ഭൂജാതനാകുന്നതിന് മുൻപ് സഭ അനുഭവിക്കുന്ന ഞെരുക്കത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് സഭയാണ്, പരിശുദ്ധ ദൈവമാതാവല്ല എന്ന് പറയാൻ കാരണം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. അതാ അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും. ഈ 7ഉം 10ഉം എന്താണ്? 7 പൂർണ്ണമായിട്ടുള്ള ഈവളാണ്. 10 എന്ന് പറയുന്നത് കൊമ്പ് കാണിക്കുന്നത് അധികാരികളാണ്. 10 വലിയ അധികാരികൾ. ചിലപ്പോൾ 10 അധികാരികൾ, ലോക രാജ്യങ്ങളിലെ 10 അധികാരികൾ അവന്റെ കീഴിൽ ആയതായിരിക്കാം. കാരണം അന്തിക്രിസ്തുവിനെ ആരെല്ലാം വണങ്ങും? ഈ ലോക രാജ്യത്തെ എല്ലാ നേതാക്കന്മാരും രാജാവും ദൈവവുമായി വണങ്ങും. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഭരിക്കാനുള്ള അധികാരം അവന് നൽകപ്പെട്ടതായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തലകളിൽ 7 കിരീടങ്ങൾ, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. അതായത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അറിയാവോ? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ 12 ആ വ്യക്തികളെ കുറിച്ച് പറയുന്നത്, അത് മാലാഖമാരും കൂടിയാണ്. അതായത് ഭൂമിയിൽ വളരെയധികം ഈ അന്തിക്രിസ്തുവിന്റെ പരീക്ഷണങ്ങളും പിശാചിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആ സഭ യേശുക്രിസ്തുവിനെ എൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. യേശു തന്നെയാണ്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്ത് സംവഹിക്കപ്പെട്ടു, ദൈവത്തിന്റെ പക്കലേക്ക് എടുക്കപ്പെട്ടു. അത് യേശുവിന്റെ ആദ്യത്തെ ആഗമനത്തെ കുറിച്ചാകാം എന്നുള്ളതാണ്. നമുക്ക് എന്നൊരു ക്ലാരിറ്റി എന്നതാണെന്ന് അവസാനം പറയാം. യേശുവിന്റെ ആദ്യത്തെ ആഗമനം 2ാമത്തെ ആഗമനം ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. 1260 എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? എത്ര വർഷമാണ്? ഒരു വർഷം എത്രയാണ്? 365. 365 ഇൻറ്റു 3 എത്രയാണ്? 365 ഇൻറ്റു 3 795. 365 ഇൻറ്റു 1095. 1095. പ്ലസ് ഒരു 180 കൂടെ ഒന്ന് കൊടുത്തേ, അല്ലെങ്കിൽ ഒരു പകുതി വർഷം കൂടെ ഒന്ന് കൊടുത്തേ, അല്ലെങ്കിൽ 1095 മൈനസ് എത്ര? 1260 അല്ലേ? 1275.
അതായത് 3 വർഷവും 165 ദിവസം, ഏകദേശം 3.5 വർഷം. എന്താണ് ഇവിടെ എന്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? അന്തിക്രിസ്തു ദുരിതം. ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള റെഫറൻസ് അല്ല, പിന്നെ എന്തിനെ കുറിച്ചുള്ളതാണ്? സഭയുടെ പീഡകളെ കുറിച്ചുള്ള റെഫറൻസ് ആണ് എന്ന് പറയുന്നത്. അവളുടെ ശിശു ദൈവത്തിനെയും അവിടുത്തെ സിംഹാസനത്തെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ ഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിനും ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത്രയും വർഷമുള്ള കത്തോലിക്കര്, വിശ്വാസികള് കഷ്ടപ്പെട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? അന്തിക്രിസ്തു. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് സൗണ്ട് കേട്ടായിരുന്നു. ചോദ്യം വല്ലതും ഉണ്ടോ? ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. അതെന്താണ്? യേശുക്രിസ്തുവിന്റെ വരവിൽ അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെയും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കാരണം എന്താണ്? ആ പിശാചിനെ നശിപ്പിക്കുക, അന്തിക്രിസ്തുവിനെ നശിപ്പിക്കുമ്പോൾ പിശാചിനെ നശിപ്പിക്കുവാണ്. അതോടൊപ്പം എന്തും സംഭവിക്കുവാണ്? യേശുവിൻ്റെ വരവിന് സമയമായി. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതായത് നേരത്തെ സഭ കൊണ്ടുവന്നത് യേശുവിൻ്റെ ആദ്യത്തെ വരവ്. രണ്ടാമത് എത്ര നാളാണോ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വന്നത്, അത് അന്തിക്രിസ്തുവിൻ്റെ കാലഘട്ടം. അത് കഴിഞ്ഞ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. അത് വിശ്വാസികളായിട്ട് നിലനിൽക്കുന്നവരാണ്. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കാനുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് 3.5 വർഷം എന്താണ്? 3.5 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണം. അതിന് അവസാനം ഈശോ വരുന്നു, അവൻ തകരുന്നു. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുകിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയോട് നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരെ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായ അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽ തട്ടിയിൽ നിലയുറപ്പി. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? യേശുവിന്റെ രണ്ടാമത്തെ വരവ് വന്നു. അത് കഴിഞ്ഞ് എന്താണ്? പിശാചിന് ചുരുങ്ങിയ സമയം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ സമയം എന്താണ്? യഥാർത്ഥത്തിൽ ശിക്ഷയാണ്. അതായത് ഈ പറയുന്ന നേരത്തെ നമ്മൾ മറ്റേ കുഴലൂതുന്ന സമയത്ത് ഓരോ ഇതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ സമയത്തെ, ആ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഈശോ 3.5 വർഷം അനുവദിച്ചെങ്കിൽ, അതായത് ജനങ്ങൾക്ക് പീഡകൾ സഹിക്കുവാൻ അനുവദിച്ചെങ്കിൽ, പിന്നെയുള്ള 3.5 വർഷം എന്താണ്? നീതിമാന്മാർക്ക് പീഡനമാണ് ആയിട്ട് 3.5 വർഷമെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? മറ്റുള്ളവർക്കുള്ള ശിക്ഷയാണ്. പാപം ചെയ്തവര് തിരികെ വരാനുള്ള ശിക്ഷയാണ്. പക്ഷെ ആ സമയത്ത് ആരും തന്നെ മാനസാന്തരപ്പെടണമെന്ന് ഇല്ല. അതാണ് ഈ 3.5 വർഷം എന്നുള്ളത് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ക്യാച്ച് ചെയ്തോ? എന്തുകൊണ്ടാണ്
ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു 3 വർഷം നിങ്ങൾ ക്യാച്ച് ചെയ്തോ? സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും. സമയം എന്താണ്? 1. സമയങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ, 2 സമയത്തിന്റെ പകുതിയും 3.5. കണ്ടോ ഈ റെഫറൻസ്? കണ്ടോ? സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും. അതെത്രയാണ്? 3.5. അതാണ്, ആ സമയമാണ് പിന്നീടുള്ള ശിക്ഷയും. ദൈവം നീതിമാനായതുകൊണ്ട് തന്നെ അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം 3.5 വർഷമാണെങ്കിൽ തിരികെ ഈശോ അവരെ ശിക്ഷിക്കുന്ന കാലഘട്ടം എത്രയാണ്? 3.5 വർഷമാണ്. ഇനി നമ്മള് നോക്കട്ടെ, നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുകയാണ്. ഞാൻ അവസാനത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ അതിൻ്റെ അകത്ത്? അച്ഛാ, അന്തിക്രിസ്തുവിന്റെ കാലം 3.5 വർഷം, പിന്നെ അത് കഴിഞ്ഞ് 3.5 വർഷം പീഡനത്തിനായിട്ടോ, അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞത്? എനിക്കത് ശരിക്കും അതെ, മനസ്സിലായില്ല. അന്തിക്രിസ്തുവിനെ പിന്തുടരുന്ന വ്യക്തികൾക്ക് ഉള്ള ശിക്ഷയെ കുറിച്ച് നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ടായിരുന്ന സെഷൻ, ഇതിനു മുമ്പുണ്ടായ സെഷൻ നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ, കുഴലൂതുന്നതിനെ കുറിച്ച് പറയുന്നില്ലേ? കാഹളം ഊതുന്നതിനെ കുറിച്ച് വായിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ആർക്കാണ് ശിക്ഷ ലഭിക്കുന്നത്? ഭൂമിയിലുള്ള വ്യക്തികൾക്കാണ്, അല്ലേ? അവരുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അവസാനത്തെ സെക്ഷനിൽ, അടുത്ത ആഴ്ചത്തെ സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമില്ല. പക്ഷെ വചനം പറയുന്നത് എന്താണെന്നാണ് ഇപ്പൊ പറയുന്നത്. കാത്തലിക് ടീച്ചിങ് എന്താണെന്നുള്ളതിന് കുറേ കൂടെ ക്ലാരിറ്റി അടുത്ത പ്രാവശ്യം പറയാം. അത് തന്നെയാണ്, പക്ഷെ എൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ തരാനുണ്ട്. മനസ്സിലായോ? മൂന്ന് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും, അത് മനസ്സിലായോ? അപ്പൊ ശുദ്ധീകരണ ആത്മാക്കൾക്കും 3.5 വർഷമാണോ അനുഭവിക്കേണ്ടത്? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ യേശുവിന്റെ 2ാമത്തെ വരവിന് ശേഷമുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ ആരുമില്ലല്ലോ. എല്ലാരും എഴുന്നേറ്റ് ഇല്ലേ? ശരീരത്തോടെയാണ് ആ സമയത്ത് ഉയർത്തെഴുന്നേക്കുന്നത്. പിന്നീട് ശുദ്ധീകരണ സ്ഥലം ഇല്ല, 2 സ്ഥലമേ ഉള്ളൂ, സ്വർഗം, നരകം. അച്ഛാ, അന്തിക്രിസ്തുവിന്റെ കാലത്ത് തന്നെ 3.5 വർഷം പീഡനങ്ങളുടെ സമയമല്ലേ? പിന്നെ അത് കഴിഞ്ഞ് അന്തിക്രിസ്തു പീഡിപ്പിക്കുന്നതാണ് ആദ്യത്തെ 3.5 വർഷം. അപ്പൊ അത് കഴിഞ്ഞ് ഈശോ വന്നു കഴിഞ്ഞ് പിന്നെയുള്ള സമയം ഈശോയുടെ ഭരണകാലം അല്ലേ സന്തോഷത്തോടെയുള്ളേ? ഞാൻ അവസാനത്തെ ക്ലാസ്സിൽ വെക്കാമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്ന് തന്നെ ക്ലാരിഫൈ ചെയ്യാം. കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചില് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം കഴിയുമ്പോൾ യേശുക്രിസ്തു വരുന്നു. യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗത്തിൽ പോകുന്നു. പിന്നീട് ഈ ഭൂമിയിലുള്ള ശിക്ഷയെക്കുറിച്ച് കാറ്റക്കിസത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ബൈബിളിൽ പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യൽ ആയിട്ടൊരു ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് നൽകുന്നുണ്ടോ? ഇല്ല. കത്തോലിക്ക സഭയെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 3.5 വർഷത്തിന്റെ കാര്യം പറയുന്നുണ്ട്, ബെല്ലർമാൻ പറഞ്ഞു പോകുന്നുണ്ട്. ആ 3.5 വർഷത്തെ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ യേശുവിന്റെ 2ാമത്തെ വരവ് കഴിഞ്ഞ് കഴിയുമ്പം പൊതു ഉദ്ധാനത്തെക്കുറിച്ച്, പൊതുവിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ തനത് വിധിയെക്കുറിച്ചും പൊതുവിധിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. തനത് വിധി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് എവിടെ? സ്വർഗത്തിലും. സ്വർഗത്തിൽ പോകാനുള്ള ആത്മാവാണ്, സ്വർഗത്തിൽ പോകുന്നു. ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, പക്ഷെ അവർക്ക് കുറെ അധികം കുറവുകൾ ഉണ്ടെങ്കിൽ അവരെവിടെ പോകുന്നു? അവര് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നു. ഇനി അവര് ദൈവത്തിനോട് ദേഷ്യമുള്ളവരാണെങ്കിൽ അവരോട് പോകുന്നു? നരകത്തിൽ പോകുന്നു. ഇത് 3ഉമാണ് സംഭവിക്കുന്നത്. 3 വിധിയാണ് അവർക്കുള്ളത്. അത് പക്ഷെ അത് കഴിയുമ്പോൾ പൊതുവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കാറ്റക്കിസത്തിൽ പഠിപ്പിക്കുന്ന എന്താണ്? ഇത്രയേ അതിൻ്റെ അത് പഠിപ്പിക്കുന്നുള്ളൂ. അതായത് യേശുവിന്റെ 2ാമത്തെ വരവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കളെല്ലാം എവിടെ പോകുന്നു? സ്വർഗത്തിൽ പോകുന്നു. കാരണം അവരുടെ പീഡനങ്ങളുടെ കാലം കഴിഞ്ഞു, അവരുടെ ഞെരുക്കങ്ങൾ കഴിഞ്ഞു. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം എന്താണ്? പിന്നെ ശുദ്ധീകരണത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോകത്തിൽ ജീവിച്ച് ഈശോയെ സ്നേഹിച്ചവരെല്ലാം വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോയവരാണ്. അവർക്ക് പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 3.5 വർഷം എന്ന് പറയുന്നതാണ് അവരുടെ ഭൂമിയിലുള്ള ശുദ്ധീകരണം. അതിന് പിന്നെ ആവശ്യമില്ല അവർക്ക്. പക്ഷേ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊതുവിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല.
ഞാൻ ബൈബിള് വായിച്ചു പോകുമ്പം പക്ഷെ അവിടെ ബ്ലോക്ക് ഇട്ടിട്ട് പിന്നീട് ഇത് എന്നതാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളോട് ഒഫീഷ്യലായിട്ട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കണം ഉത്തരം? പൊതുവിധിയുണ്ട്, തനത് അത് വിധിയുണ്ട്. തനത് വിധിയുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവ് കഴിയുമ്പോൾ എന്താണ്? തനത് പൊതുവിധി. വിധിയാവും. അത് കഴിയുമ്പോൾ ലോകത്തെ തന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും. ലോകത്തിൽ ദൈവവും പിന്നെ സ്വർഗത്തിന്റെ അനുഭവമാണ്. ഇത്രയേ എവിടെ പറയുന്നുള്ളൂ? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പറയുന്നുള്ളൂ. പക്ഷെ വെളിപാട് പുസ്തകത്തിൽ അതിൽ കൂടുതൽ പറയുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ശിക്ഷ, 3.5 വർഷത്തെ ശിക്ഷ. അത് ദൈവം നീതിമാനായതുകൊണ്ട് 3.5 വർഷം പിന്നെ ഇവരെ പീഡിപ്പിച്ചതിന്റെ നീതിയാണ് പിന്നീടുള്ള 3.5 വർഷം എന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത്. പക്ഷെ നമ്മുടെ ഒഫീഷ്യൽ ടീച്ചിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറഞ്ഞത് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. പക്ഷെ വചനം വായിച്ചു പോകുമ്പം എനിക്കത് വെറുതെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർത്തിരിക്കുക, നമ്മുടെ ഒഫീഷ്യൽ ടീച്ചിങ് എന്ന് പറയുന്നത് പിന്നീടുള്ള 3.5 വർഷത്തെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്തിന്റെ ആയിരിക്കണം? ഇന്റർപ്രിട്ടേഷൻ കാറ്റഗിസം. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഇത്. അപ്പം റോബർട്ട് ബെല്ലർമാൻ ആണെങ്കിലും അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ ഇതിനെ എടുക്കണമെന്ന് പറയുന്നത്. അനുസരണമാണ് സത്യത്തെക്കാൾ വലിയേക്കാൾ എന്നാണ് ഞാനത് മാറ്റി പറഞ്ഞതാണ്. അനുസരണമാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് ടോപ്പിക്സ് ഒരാൾ ഒഫീഷ്യൽ ടീച്ചിങ് അല്ലെങ്കിൽ കാറ്റഗിസത്തിൽ പഠിപ്പിക്കുവാണെങ്കിൽ കാറ്റഗിസം എന്ന കാത്തലിക് ചർച്ച് എന്ത് പറയുന്നു അത് മാത്രം പഠിപ്പിക്കുക. ഇതൊരു പ്രൈവറ്റ് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കത്തോലിക്ക വൈദികനായതുകൊണ്ട് തന്നെ എന്താണ് പഠിപ്പിക്കത്തുള്ളൂ? കാറ്റഗിസം പഠിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷെ വചനം വായിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേതാണ് സത്യം? യേശുക്രിസ്തു ആണ് സത്യം എന്ന് മാത്രം ഞാൻ പറയുന്നു. സംഭവിക്കുമ്പം അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആദ്യത്തെ 3.5 വർഷമാണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. അത് കഴിഞ്ഞുള്ള 3 വർഷം ദൈവത്തിന്റെ വിധിയാണ്. അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. എല്ലാം നമ്മൾ അറിയണമെന്ന് ശാഠ്യം പിടിക്കാതെ ഇരുന്നാൽ മതി. അങ്ങനെ തന്നെയാണോ നടക്കുന്നത്? വചനമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. പക്ഷെ ആസ് എ കാത്തലിക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ ഈ 3.5 വർഷത്തെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് പഠിപ്പിക്കുകയും ചെയ്യരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഓക്കെ, 13-ാമത്തെ അധ്യായം ഒന്ന് വായിക്കാം. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലയിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ഇരുന്നു. അതിന്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിന്റെ പോലെയും. സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. അതിന്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ദൈവദൂഷണം വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാകപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാകണം.
ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേത് പോലുള്ള 2 കൊമ്പുകളും ഉണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിന്റെ മുൻപിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കുവാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുൻപാകെ അത് കാണിച്ചു. മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരെയും വലതു കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. ഓക്കെ, ഞാൻ പറയാം. 11 അധ്യായം ഒന്നും കൂടെ അന്തിക്രിസ്തുവിന്റെ ഭരണം എന്താണെന്നുള്ളത് 2 സാക്ഷികൾ വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ എന്തായിരുന്നു? അതായത് സഭയെ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു. 13-ാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ ആ സമയത്ത് പിശാചിന്റെ കീഴിലുള്ള ഭരണങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആണ് 13-ാം അധ്യായം തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? സത്യദൈവത്തിലാണ്. കുറച്ചും കൂടെ ഏതാ? വെരി ഗുഡ്. ത്രിത്വേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം യേശുക്രിസ്തു ഉണ്ട്. ആരാണ്? യേശുക്രിസ്തുവിന്റെ അപരനായി ആരുണ്ട്? പറയുന്ന അന്തിക്രിസ്തു വന്നിട്ടുണ്ട്, അപരനായി വന്നിട്ടുണ്ട്. അപ്പോൾ ത്രിത്വത്തെയും പിശാച് യഥാർത്ഥത്തിൽ കളിയാക്കുവാനും അവഹേളിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ ലോകത്തിൽ വരേണ്ടതല്ലേ? വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന സർപ്പം എന്ന് പറയുന്നത് ആരാണ്? പിതാവായ ദൈവമായ പിശാച്. രണ്ടാമത് അവനിൽ നിന്ന്, അതായത് പിശാചിൽ നിന്ന് ജനിച്ച എന്നാൽ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച വ്യക്തിയാണ് ആര്? അന്തിക്രിസ്തു. മൂന്നാമതായി ഒരാളും കൂടി ഉണ്ട്. അതാരാണ്? പരിശുദ്ധാത്മാവ്. അതിന് വിപരീതമായ എന്താണ്? അശുദ്ധാത്മാവ്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ മറ്റ് 2 മൃഗങ്ങൾ. സർപ്പം, പിശാച്. അത് കഴിഞ്ഞ് വന്ന മൃഗം എന്താണ്? അന്തിക്രിസ്തു. മൂന്നാമതായിട്ടുള്ളൊരു പ്രവാചകനെ പോലെ വരുന്നു, അല്ലെങ്കിൽ ഒരു ആത്മാവായിട്ട് തന്നെ വരുന്ന വ്യക്തി ആരാണ്? അശുദ്ധാത്മാവ്. ഓക്കെ. കാരണം ഇത് 3ഉം പൂർത്തിയായാലേ ഉള്ളൂ ദൈവത്തിന് എതിരായിട്ടുള്ള 1-ാം പ്രമാണ ലംഘനം പൂർത്തിയാകത്തുള്ളൂ. അല്ലേ? അത് പൂർത്തിയാക്കും. അതിനു വേണ്ടിയാണ്. അതായത് ഈ അന്തിക്രിസ്തു സത്യവാനാണെന്ന് ഒരു പ്രവാചകൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊരു പ്രവാചകനായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി കടക്കാം. പക്ഷെ ദൈവദൂഷണം പൂർണ്ണമാകണമെങ്കിൽ എന്താണ്? ത്രിത്വത്തെ അവഹേളിക്കണം. ആ അവഹേളനമാണ് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകാനായി പോകുന്നത്. നമുക്കൊണ്ട് കടക്കാം. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും. ചോദിച്ചോട്ടെ, ഈ ചോദിച്ചു. അല്ല, അന്ത്യക്രിസ്തു അപ്പം വരുമ്പം പ്രവാചകനെ പോലെയാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് ഇത് നല്ല ആളാണോ അഴുക്കാളാണോ? അന്ത്യക്രിസ്തു പ്രവാചകനെ വരുന്നത്. അന്ത്യക്രിസ്തു പ്രവാചകനെ പോലെ അല്ല വരുന്നത്. അന്ത്യക്രിസ്തു താൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞാ വരുന്നത്. താൻ
ദാവീദിനും അബ്രാഹത്തിനും നൽകിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ മിശിഹായാണ്, അനോയിന്റഡ് വൺ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് വരാൻ പോകുന്നത്. അല്ല, അന്നേരം സാധാരണ ജീവിക്കുന്നവരങ്ങനെ മനസ്സിലാക്കുന്ന ഇത് അഴുക്കാളാണോ? അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു ഒരിക്കൽ വന്നു, പീഡകൾ സഹിച്ചു മരിച്ചു, ഉദ്ധാനം ചെയ്തു. ഇനി യേശു എങ്ങനെയാ വരാൻ പോകുന്നത്? ഇനി ഈശോ ജനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഈശോ ഒരിക്കൽ ജനിച്ചു, ഈ ലോകത്തിലെല്ലാം പൂർത്തിയാക്കി. ഇനി മിന്നൽ പിണറ് പോലെ ദൈവത്തിന്റെ മാലാകമാരോട് കൂടെ സർവമഹത്വത്തിലുമേ ഈശോ ഈ ലോകത്തിൽ വരുത്തുള്ളൂ. അല്ലാതെ വരേണ്ട ആവശ്യം ഈശോയ്ക്ക് ഇനി ഉണ്ടോ? മനുഷ്യാവതാരം ചെയ്ത് അത്ഭുതം ചെയ്ത് അടയാളങ്ങൾ കാണിക്കേണ്ട ആവശ്യം ഈശോയ്ക്ക് ഇനി ഉണ്ടോ? അത് ഓൾറെഡി നിറവേറി കഴിഞ്ഞു. എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ആ തെറ്റിദ്ധാരണയുടെ, അതായത് പിശാച് തെറ്റിദ്ധരിക്കുന്നത് എന്തുമാത്രം അളവിലാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ കാണും. ചോദിച്ചോ, ഒരു ചോദ്യം, ഒരു ഫോളോ അപ്പ് ചോദ്യം ഉണ്ടായിരുന്നു, ചോദിച്ചോ. ഓൾറെഡി ഈശോ വന്നെന്നും ഈശോയെ നമ്മൾ വിശ്വസിക്കുന്നതെന്നൊക്കെ ക്രിസ്ത്യാനികൾ എല്ലാവർക്കും അറിയാവുന്നതല്ല. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളുണ്ട്, ഇതൊക്കെ അറിയാവുന്ന ക്രിസ്ത്യാനികൾ ഇനി അത് വിശ്വസിക്കുമോ? അന്തിക്രിസ്തുവിൽ വിശ്വസിക്കുമോ? യഹൂദര് വിശ്വസിക്കുന്നുണ്ടോ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യഹൂദര് വിശ്വസിക്കുന്നില്ല. അപ്പൊ അവരൊക്കെയല്ലേ ഇനി അന്തിക്രിസ്തുവിൽ വിശ്വസിക്കുള്ളൂ. നമ്മൾ വിശ്വസിക്കോ? ഇല്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഭയങ്കര രസകരമായ ഒരു അനുഭവം പറയാം. ഞാനൊരു സിസ്റ്ററിനോട്, ഞാൻ ഇതൊക്കെ പഠിച്ച സമയത്താണ്, സെമിനാരിയൊക്കെ പഠിച്ച സമയത്ത്, ഇപ്പം എനിക്കറിയായിരുന്നു ഇതൊരു വ്യക്തിയായിരുന്നു, നേരത്തെ അറിയായിരുന്നു. ഞാൻ ചുമ്മാ ഇത് പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനൊരു സിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചു. അത് തിയോളജിയൊക്കെ പഠിച്ച സിസ്റ്ററാണ്. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, തമാശയാണ്, അന്തിക്രിസ്തു ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് അന്തിക്ക് വരുന്ന ക്രിസ്തുവാണ്, അതായത് അവസാന കാലഘട്ടത്തിൽ വരുന്ന ക്രിസ്തുവാണെന്ന്. ഇതിന്റെ പഠനങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഒരു കന്യാസ്ത്രീ തിയോളജി പഠിച്ച് അല്ലെങ്കിൽ കുറെയൊക്കെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ പഠിച്ച സിസ്റ്ററിന് പോലും രണ്ടാമത്തെ വരവിനെ കുറിച്ചോ അന്തിക്രിസ്തുവിനെ കുറിച്ചോ ഒരറിവുമില്ല. അതാണ് കത്തോലിക്കിന് പറ്റുന്ന ഏറ്റവും വലിയ വീഴ്ച. നമ്മൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എങ്കിലും നിങ്ങൾ വെളിപാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കണമെന്നില്ലെന്നേ, വേണ്ട. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചയിലും പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം, ഇല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്ററിന്റെ കാര്യമാണ്. അതായത് സെമിനാരി വന്നില്ലെങ്കിലും മഠത്തിൽ ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച്, കുറച്ചെങ്കിലും ഒക്കെ പഠിച്ച്, 2-3 വർഷമെങ്കിലും പഠിച്ച ഒരു സിസ്റ്ററിന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ സാധാരണ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കും എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ എത്ര വൈദികർ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഇതിൽ കൂടുതൽ പഠിച്ചവരാണ് വൈദികര്. ഇതിൽ എത്ര വൈദികർ അന്തിക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കൽ പോലും പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? അവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യം പലപ്പോഴും വിട്ടുപോയത്. സഭ ചില കാര്യങ്ങൾ, എസ്കറ്റോളജിയെ കുറിച്ച് ഞാൻ സെമിനാരിൽ പഠിച്ചപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പന്റെ എസ്കറ്റോളജി എന്ന് പറഞ്ഞൊരു ബുക്ക് മാത്രമാണ് വായിച്ചത്. അതിൻ്റെ അകത്ത് അന്തിക്രിസ്തുവിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലുണ്ട്. റോബർട്ട് ബെല്ലർമാൻ, ഡോക്ടർ ഓഫ് ദ ചർച്ച് ആൻഡ് സെയിന്റ് ആയിട്ടുള്ള റോബർട്ട് ബെല്ലർമാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് വീഴ്ച വീഴുന്നത്. സെമിനാരി പഠിപ്പിക്കുന്നത് പോലും കുറഞ്ഞു, പിന്നെ അയൽമാരിലേക്ക് ഇതെത്തുമോ? അവിടെയാണ് നമ്മുടെ വീഴ്ച വരുന്നത്. അതാണ് അന്തിക്രിസ്തു വരുമ്പോ അന്തിക്രിസ്തുവിന്റെ പുറകെ പോകാനായിരിക്കും ആൾക്കാർ കൂടുതൽ. കാരണം ബൈബിളൊക്കെ വായിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് സെമിനാരി ഫോർമേഷൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട്. അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നൊന്നുമില്ല. അതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ബൈബിളിനെ കുറിച്ച് ഒരു ഓവർവ്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബൈബിൾ ഇരുന്ന് വചനം ഓരോന്നായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് 5 വർഷം പോരാ, അല്ലെങ്കിൽ അതിന് സമയം പോരായിരിക്കും അച്ഛാ. ഇത്രയും വർഷങ്ങൾ പോരപ്പോ. അതൊരു റീസണാണ്. പക്ഷെ അത് പഠിക്കാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള അറിവ് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാനത് ജനറലായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ആരും വിധിക്കുവാനോ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ പുസ്തകം എന്തിനു വേണ്ടി നൽകപ്പെട്ടതാണ്? തിരിച്ചറിവ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്.
നമുക്കിനി വേറെ ഒരു കഴിവുണ്ടോ? ഇല്ല. ഇത് വായിച്ച് മനസ്സിലാക്കുക, അറിവ് ലഭിക്കുക, അതേസമയം യഥാർത്ഥ ക്രിസ്തുവിനെ തിരിച്ചറിയുക. യഥാർത്ഥ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മോട് കൂടെ ജീവിക്കുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഏക ക്രിസ്തു. മറ്റൊരു ക്രിസ്തു നമുക്കുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഓക്കെ, ദൈവത്തിന്റെ നാമം വൃതമായി ഉപയോഗിക്കുന്ന ഒരു പേരായിരിക്കും ആ വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. താൻ ദൈവമാണെന്ന് തന്നെ പറയുന്നതായിരിക്കാം ആ ദൈവദൂഷണം. ഇതിനെ ശ്രദ്ധിച്ചോ, 10 കൊമ്പും 7 തലയും രത്നങ്ങളെന്നും പറഞ്ഞു. നേരത്തെ 12-ാം അധ്യായത്തിൽ എന്തുണ്ടായിരുന്നു? 10ഉം 7നെയും കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ഇരുന്നു. കാരണം എന്താണ്? പുള്ളി എന്താണ്? വളരെ വേഗതയുള്ളതാണ്, ഭയങ്കര ശക്തമായ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പെട്ടെന്ന് അധികാരം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ കാലുകൾ കരടിയതുപോലെ. കാരണം എന്താണ്? ശക്തമായ കരങ്ങളാണ്. കരടിയുടെ കൈ എന്ന് പറയുന്നത് ശക്തമായ കരങ്ങളാണ്. വായ് സിംഹത്തിൻ്റെതുപോലെ. കാരണം എന്താണ്? അതിന് ഓരോ വ്യക്തിയെ നശിപ്പിക്കുവാനുള്ള പല്ലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. അത് ഇല്ലാതെയാക്കുവാൻ ശക്തിയുള്ളതാണ്. സർപ്പം തന്റെ ശക്തിയും. അപ്പൊ അതാണ് മൃഗം. ഇനി എന്തുകൊണ്ട്? ആ മൃഗമുണ്ട്, അതാണ് അന്തിക്രിസ്തു. സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. പിശാചിന്റെ അധികാരം മുഴുവൻ ആർക്ക് നൽകപ്പെട്ടു? ആ മൃഗത്തിന്, അന്തിക്രിസ്തുവിന് നൽകപ്പെട്ടു. അതിന്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. അതിന്റെ ഒരു തല എന്താണ്? മുറിയപ്പെട്ടു. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. എന്തിനെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? അതായത് ഒരു വലിയ മുറിവുണ്ടായി, മരണകാരണമായ ഒരു മുറിവാണ്. അതായത് ഈ വ്യക്തി മരിച്ചു, മരിച്ചതിന് ശേഷം തിരിച്ച് ജീവനിലേക്ക് വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? മരിച്ചവരെ ഉയർപ്പിച്ചതല്ല, സ്വയം മരിച്ചതിന് ശേഷം അത് ചെയ്താൽ മാത്രമേ ഈ അന്തിക്രിസ്തുവിനെ പൂർണ്ണമാകത്തുള്ളൂ. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ക്രിസ്തുവായിട്ട് ഈ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തു ആണെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെ എത്ര പേര് ഇപ്പൊ തന്നെ ഉണ്ട്? അല്ല, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ജീവനിലേക്ക് തിരിച്ചു വന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും അന്തിക്രിസ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മളിപ്പോ വായിച്ചു കേട്ട ആ ഭാഗം. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ക്രിസ്തു ചെയ്ത പോലെയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ? എല്ലാ അത്ഭുതങ്ങളും, ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അതേപടി ചെയ്യും. പക്ഷെ അവൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണോ? അല്ല, പിശാചിനാലാണ്. അവൻ എന്തു വേണമെങ്കിലും പ്രവർത്തിക്കുവാനുള്ള അധികാരം ആര് നൽകപ്പെട്ടു? പിശാച് നൽകിയിട്ടുണ്ട്. ആ പിശാചിന്റെ ശക്തി കൊണ്ട് അവൻ അതെല്ലാം തന്നെ പ്രവർത്തിക്കും. അതിൻ്റെ തലകളിൽ നിന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. കാരണം എന്താ? മരിച്ചവരിൽ നിന്ന് അല്ലെങ്കിൽ തിരിച്ചു വന്നു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. ആ മൃഗത്തിലൂടെ ആരെയാണ് ആരാധിക്കുന്നത്? പിശാചിനെയാണ് ആരാധിക്കുന്നത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? കാരണം എന്താണ്? ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ഈ അന്തിക്രിസ്തു ആരാണ്? ഒരു മനുഷ്യനാണ്. പക്ഷെ പിശാചിന്റെ പെർഫെക്റ്റ് പൊസഷൻ, അതായത് പിശാച് പൂർണ്ണമായും ഒരു വ്യക്തിയിൽ കുടികൊള്ളുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ത്? ദൈവദൂഷണം വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. താൻ ദൈവമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് അവനെ ആരാധിപ്പിക്കുവാൻ അവൻ ശ്രമിക്കും. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. 42 മാസം എത്ര വർഷമാണ്? 2 വർഷം. 3.5 വർഷം.
42 മാസം എന്ന് പറഞ്ഞാൽ 420. 42 മാസം എന്നാണ്. 42 മാസം എന്ന് പറഞ്ഞാൽ 420 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാസക്കണക്കാണ് പറയുന്നത്. എത്രയാണ് 420 ഡേയ്സ് എന്ന് പറഞ്ഞ, സോറി, 3.5 വർഷം. 3.5 വർഷം. 42 മാസം എന്നാണ് പറയുന്നത്. മാസം മാസം ഒരു മാസം എത്രയാണ്? 12. 12 എത്രയാണ്? അതപ്പോ 12 മനസ്സിലായല്ലോ? 3.5 മാസം. 3.5 വർഷം. നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായി തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരെ പോലും മാതാവിനെയൊക്കെ വളരെയധികം നമുക്ക് സഹിക്കുവാൻ മേലാത്ത ദൂഷണത്തിലേക്ക് പിശാച് കൊണ്ടുപോകും. കാരണം പരിശുദ്ധ മാതാവിൻ്റെ വിശുദ്ധി പിശാചിന് സഹിക്കുവാൻ മേല. പിശാചിന് സംഭവിച്ച ഏറ്റവും വലിയ തോൽവി, ഒരിക്കൽ പോലും ആ സ്ത്രീയെ, ആ കുഞ്ഞിനെ സ്പർശിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാവിനെതിരായിട്ടുള്ള ദൂഷണങ്ങൾ അത് പറയും. വിശുദ്ധരോടും പടപൊരുതി അവരെ കീഴ്പ്പെടുത്തുവാൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെ മേൽ അതിന് അധികാരവും ലഭിച്ചു. ലോകം മുഴുവനും അതിന് അധികാര സീമയുണ്ടാവും. യഹൂദര് യേശുക്രിസ്തു അല്ലെങ്കിൽ മിശിഹ എന്ന ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ലോകം മുഴുവനും കീഴടക്കി വാഴുന്ന ഒരു രാജാവിനെയാണ്. അത് ഈ അന്തിക്രിസ്തു നടത്തും. വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. അതായത് നരകത്തിൽ പോകുന്ന വ്യക്തികളെല്ലാം ആരെ ആരാധിക്കും? ഈ അന്തിക്രിസ്തുവിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആവശ്യമുള്ളതാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. അപ്പോൾ എഗെയിൻ ആ സമയത്ത് എന്താണ്? വലിയ മതപീഡനം ഉണ്ടാകും, മരണങ്ങൾ ഉണ്ടാകും. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. ഭൂമിയുടെ അടിയിൽ നിന്നാണ്, പാതാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആ മൃഗം എന്താണ്? അതിന് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അതിൻ്റെ രൂപത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിന് അധികാരമുണ്ട്. കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ അധികാരമാണ് എപ്പോഴും. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. കാരണം എന്താണ്? അത് ആരിൽ നിന്ന് വരുന്നതാണ്? സർപ്പത്തിൽ നിന്ന് വരുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതൊക്കെ ആരിൽ നിന്ന് വരുന്ന വാക്യങ്ങളാണ്? പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വ്യക്തി, ഈ പൈശാചികമായിട്ടുള്ളതിൽ മൂന്നാമത്തെ വ്യക്തി എന്താണ്? അതൊരു ആത്മാവാകാം, അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ഒരു പ്രവാചകനാകാം, രണ്ടും ആകാം, ചിലപ്പോൾ ആത്മാവ് മാത്രമായിരിക്കാം. ആ ദുഷ്ടാത്മാവ് ആരുടെ മൗത്ത് പീസ് ആയിരിക്കും? ആരുടെ വാക്കുകളായിരിക്കും നമ്മളോട് പറയുന്നത്? പിശാചിന്റെ. അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ഓക്കെ, യേശു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? ആരിലൂടെയാണ് ഉയർത്തെഴുന്നേറ്റത്? പരിശുദ്ധാത്മാവിലൂടെയാണ് ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ ഉള്ള ഒരു ഉയർപ്പ് നൽകും. എന്നാൽ അത് യഥാർത്ഥ മരണമല്ല അവിടെ സംഭവിക്കുന്നത്. പക്ഷെ ആൾക്കാരെല്ലാവരും അത് യഥാർത്ഥ മരണമായി വിശ്വസിക്കും. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അത് മാത്രമല്ല, ഈശോയുടെ ഉയർപ്പെഴുന്നേറ്റ് കഴിഞ്ഞപ്പം ആര് ഈ ലോകത്തിലേക്ക് വന്നു? ആരെയാണ്? പരിശുദ്ധാത്മാവ്, നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ്, വാഗ്ദാനവും സഹായകനുമായ പരിശുദ്ധാത്മാവ്. ഇപ്പോൾ അതിന്റെ ആ ഒരു കാലഘട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ കാലഘട്ടം പോലെ ഈ വഴിതെറ്റിക്കുവാനായിട്ടുള്ള ഒരു ആത്മാവ് വരും. ആ ആത്മാവ് എല്ലാവരെയും വഴിതെറ്റിക്കും. അതായത് അന്തിക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത വലിയ അടയാളങ്ങൾ മനുഷ്യരുടെ മുൻപാകെ അത് കാണിച്ചു. ഓക്കെ, വലിയ അടയാളങ്ങൾ അത് കാണിക്കുന്നു. മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിക്കാൻ
തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. ഞാൻ പറയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്ത കാലത്തിന് ശേഷം എന്താണ് അത്ഭുതങ്ങളുടെ വലിയ ദൃശ്യങ്ങളാണ് ഈ ലോകത്തിലുണ്ടായത്, അല്ലേ? എത്രയധികം അത്ഭുതങ്ങളാണ്. അവരുടെ നിഴൽ ഒന്ന് സ്പർശിക്കുവാൻ വേണ്ടി പോലും, അപ്പോസ്തലന്മാരുടെ നിഴൽ സ്പർശിക്കുവാൻ വേണ്ടി പോലും കാത്തിരുന്ന കാലഘട്ടമുണ്ട്. വലിയ അടയാളങ്ങൾ ആ സമയത്ത് നടത്തും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, അടയാളങ്ങളുടെ പുറകിൽ പോകരുത്. അതിൻ്റെ പിറകിൽ പോയാൽ എന്താണ്? വീഴ്ച സംഭവിക്കും. നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു അത്ഭുതം ഒരു സ്ഥലത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കേറി അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ആർക്കും അത്ഭുതം ചെയ്യുവാൻ സാധിക്കും? പരിശുദ്ധാത്മാവിനല്ല. പരിശുദ്ധാത്മാവ് ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അടയാളം കണ്ടെന്നും പറഞ്ഞ് നമ്മൾ അന്ധമായിട്ട് എന്തെങ്കിലും കയറി വിശ്വസിക്കാവോ? വിശ്വസിക്കരുത്. കാരണം ആർക്കും അടയാളം പ്രവർത്തിക്കാൻ പറ്റും? പിശാചിനും അല്ലെങ്കിൽ ദുഷ്ടാത്മാവിനും അടയാളം പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇത് മറക്കരുത്. കാരണം ചില അടയാളങ്ങളിൽ മാത്രം വിശ്വസിച്ചാൽ അവിടെ തെറ്റുപറ്റും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മറ്റു മതങ്ങളുണ്ടല്ലോ, മറ്റു മതങ്ങളിൽ ചില സമയത്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ അത് 6 ശക്തിയിലൂടെയാണ് സംഭവിക്കുന്നതെന്ന് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല, ഒരു സംശയവുമില്ല. പക്ഷേ അത് 6 ശക്തിയിലൂടെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഏതൊരു കാര്യത്തിലും ആയിക്കോട്ടെ, അന്ധമായി ഒന്നിലും വിശ്വസിക്കരുത്. അന്ധമായി ഒരാളിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ഒരു മനുഷ്യനിലും വിശ്വസിക്കരുത്. ദൈവത്തിൽ മാത്രമേ ആഴമായി വിശ്വസിക്കാവുള്ളൂ. പിന്നെ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന അനുസരണം തീർച്ചയായും പാലിക്കുക. മെത്രാനായിക്കോട്ടെ, നമ്മുടെ വികാരിയച്ഛനായിക്കോട്ടെ, ആ അനുസരണത്തിലാണ് കൃപ ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അച്ഛൻ നടത്തി തരണമെന്നില്ല. പക്ഷെ അവിടെ അനുസരണത്തിലാണ് ദൈവം കൃപ ചൊരിയുവാനായി പോകുന്നതെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളെ നിർദ്ദേശിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഏതാണ്? മുറിയപ്പെട്ട ക്രിസ്തുവിന്റെ രൂപമാണ്, അല്ലേ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ആ വ്യക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മൃഗത്തിന്റെ ഒരു രൂപം, അതായത് ക്രിസ്തുവിന്റെ ഒരു രൂപം എല്ലാവരും പ്രതിമയായി ആരാധിക്കുവാൻ പറയും. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കുവാനും വേണ്ടിയായിരുന്നു അത്. ആ പ്രതിമയ്ക്ക് പോലും എന്താണ് പ്രത്യേകമായ അധികാരം നൽകപ്പെടുന്നുണ്ട്. അതായത് അന്തിക്രിസ്തുവിനെ ആരാധിക്കാത്തവരെ തെരഞ്ഞു പിടിച്ച് മതമർദ്ദനം നടത്തുവാൻ പോലും അതിന് അധികാരമുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിമ സംസാരിക്കുന്നു എന്നുള്ള രീതി മാത്രം അതിനെ കാണരുത്. എല്ലാം അറിയുന്ന സമയമാണ്. അവര് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വാസം ഉള്ള വ്യക്തികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ അതിനെ ആരാധിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ പോലുമുള്ള ശക്തി, അധികാരം അവർക്ക് ആ സമയത്തുണ്ട് എന്നാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. അതായത് ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് പിന്നെന്താണ്, പിശാചിനെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെ ആരാധിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു മുദ്ര നൽകപ്പെടുന്നു. അത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. നമുക്കറിയാം, ഈ ടാറ്റൂസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നോട് ഈ CCDയിലെ പിള്ളേരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് ടാറ്റൂസ് കുത്താവോ? കത്തോലിക്കയിൽ ഏത് വിശുദ്ധനാണ് യഥാർത്ഥത്തിൽ ടാറ്റു കുത്തിയ ഒരു വിശുദ്ധനുള്ളത്? ആരുമില്ല. കാരണം ടാറ്റു എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു മതമായിട്ടോ ഏതെങ്കിലും ഒരു വിഗ്രഹ ആരാധനയായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കത്തോലിക്കർക്ക് ഒരു ടാറ്റു ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ടാറ്റു ഉണ്ട്. അതേതാണ്? അല്ലെങ്കിൽ സ്ഥൈര്യ ലേപനത്തിൽ നമുക്ക് ലഭിച്ച മുദ്ര, മായാത്ത മുദ്രയാണ്. ഇത് കാണപ്പെട്ട പിള്ളേർ കുരിശിന്റെ ടാറ്റു ഒക്കെ വെക്കുന്നത്, അന്നേരം കുരിശ് ക്രോസ് പോലെ, അതൊരു എക്സെപ്ഷൻ പോലെ അങ്ങനെ ചെയ്യുന്നതാണ്. ഇനിയിപ്പം
അത് കുരിശാണല്ലോ. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രാൻസിസ് ഡിസിയുടെ പടം ടാറ്റു ഒക്കെ ആയിട്ട് ഒട്ടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതിൽ ബൈബിള് എഴുതി വെക്കുന്ന വൈദികരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബൈബിള് വേഴ്സ് എഴുതി വെക്കുമ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ എന്ന് എഴുതി വെച്ചെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഈ ഭാഗം, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി കൂടിയല്ല ഞാൻ ഈ കാണിക്കുന്നത്. ആരെവിടെ പോയാലും ഏത് ഭാഗത്തോട്ട് നോക്കും? എൻ്റെ ഒരു ശരീര ഭാഗത്തേക്ക് നോക്കും. അത് മോഡസ്റ്റിക്ക്, വിശുദ്ധിക്ക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ? ആണ്. പലയിടത്താണ് ഇപ്പം വ്യക്തികൾ ഓരോന്നും ടാറ്റു ഒട്ടിക്കുന്നത്, കൈകളിൽ, കാലുകളിൽ, പിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, പല സ്ഥലങ്ങളിലായിട്ടും ടാറ്റു ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ അതായത് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാണാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ഈ രീതിയിൽ മുറിയപ്പെടുത്തുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പറയുന്നുണ്ട് എന്താണ്? ഒരു മുറിവുകളും ഉണ്ടാക്കരുത്, ടാറ്റു ഒട്ടിക്കരുത് എന്നുള്ള രീതി തന്നെ എവിടെ പറയുന്നുണ്ട്? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് പറയുന്നതിന്റെ കാരണം ഒന്ന്, ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട വ്യക്തികളാണ്. പഴയ നിയമത്തിൽ എന്താണ് ഇവരെ അതിനുള്ള മുദ്ര? ഇവർ ദൈവത്തിന് മാറ്റപ്പെട്ട മുദ്ര എന്താണ്? പരിച്ഛേദനമായിരുന്നു. പരിച്ഛേദനകർമ്മമായിരുന്നു. പുതിയ നിയമത്തിൽ എന്താണ്? മാമോദീസായിലുള്ള ഇതാണ്. പിന്നീട് ബാക്കി ശരീരത്തിനോട് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് ഒരിക്കലും മാറ്റപ്പെട്ടിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2000 വർഷത്തെ കാലഘട്ടത്തിൽ എത്ര കത്തോലിക്കര് ടാറ്റു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു? 1960 ശേഷം അല്ലെങ്കിൽ 70 ശേഷമല്ലേ കത്തോലിക്കര് പോലും ടാറ്റു ഒട്ടിക്കുന്നത് വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറയാൻ തുടങ്ങിയത്? തീർച്ചയായും തെറ്റ് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. അത് ചെയ്യാതിരിക്കുവാണ്. ഒന്ന്, ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി സൂക്ഷിക്കുന്നില്ല. ഈ ശരീരം തന്നെയാണ് ഇപ്പൊ നമുക്ക് പ്രായം വരുന്ന ജരാനര ബാധിക്കുന്ന നമ്മുടെ ഈ ശരീരം തന്നെയാണ് പിന്നീട് നമ്മൾ ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം. അതെ, മാറ്റി വെക്കുന്നല്ലേ? ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ മുദ്ര എന്താണ്? ഈ 666 നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം, 9 മണി ആകുന്നല്ലോ. 666 എന്നുള്ള മുദ്ര എന്താണെന്നുള്ളത് കൊടുക്കൽ വാങ്ങലിന് വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നതാണ്. അത് 666 നമ്പർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴേ നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നമുക്കറിയാം മോൺസ്റ്റർ ഡ്രിങ്ക് ഇല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക്. അതിൻ്റെ അകത്ത് ഹീബ്രു ഭാഷയിലെ 6 എന്ന് പറഞ്ഞ സംഖ്യ തിരിച്ചിട്ടിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ. അങ്ങനെ പല അടയാളങ്ങളും ഇപ്പം തന്നെ നമുക്ക് ചില കൊമേഴ്ഷ്യൽ ഏരിയാസിലൊക്കെ കാണാം. ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അത് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു അടയാളമാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു 666 എന്ന് വല്ല എഴുതി വെച്ചായിരിക്കാം. ചിലപ്പോൾ അത് ഹീബ്രു നാമമായിരിക്കാം. ചിലപ്പോൾ 666 അതിൽ കൂടുതൽ വലിയൊരു അർത്ഥം ഉണ്ടായിരിക്കാം. പക്ഷെ അത് കാണുമ്പോൾ അന്തിക്രിസ്തുവിന്റെ മുദ്രയാക്കി മാറ്റുവാണ്. കാരണം അവൻ്റെ തന്നെ ഒരു മതം, ഒരു വിശ്വാസം ഉണ്ടാക്കി തീർക്കുവാനാണ് പരിശ്രമിക്കുന്നത്. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അവൻ്റെ വരവിൻ്റെ സമയത്ത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അവൻ ക്രിസ്തുവാണെന്ന് പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ 666 എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടോപ്പിക്കായിട്ട് അങ്ങ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം അതിൻ്റെ മുൻ ആസ്വാദനമാണ് ഞാൻ ഈ പറഞ്ഞ ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഡ്രിങ്കിൻ്റെ അകത്തുള്ളതും, അല്ലെങ്കിൽ ചില യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചില സൈറ്റാനിക് ആയിട്ടുള്ള ആൾക്കാർ പോലും, സൈറ്റാനിക് റിച്വൽസ് ഒക്കെ ചെയ്യുന്നവർ ആ നമ്പറൊക്കെ എഴുതി വെക്കുന്നത് അതിൻ്റെ ഒരു മുൻ ആസ്വാദനം പോലെ, അല്ലെങ്കിൽ ഒരു മുൻ ഓടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് കാണുക. അതിൽ കൂടുതൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അന്തിക്രിസ്തുവിന് വരവ് വന്നിട്ടില്ല. പക്ഷെ ആ മുദ്ര വെച്ചിരിക്കുന്നത് അന്തിക്രിസ്തു ആരാണെന്ന് വരുന്ന സമയത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്.